അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ അവസാന ദിനരാത്രങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും പകലുകൾ നമ്മിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. രാവുകൾ നമ്മളിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് നരകമോചനം നൽകപ്പെടുന്ന ആ കൂട്ടരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ നരകം തൊടാതെ സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. അവൻ്റെ സ്വർഗത്തിൽ വെച്ച് തന്നെ ഏറ്റവും മുന്തിയതാണല്ലോ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. അത് റസൂലുള്ളാഹിക്ക് കിട്ടുന്ന സ്വർഗമാണല്ലോ. അല്ലാഹു തആല അവൻ്റെ ഔദാര്യം കൊണ്ട് ആ സ്വർഗത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഒരുപാട് ഇസ്തിഗ്ഫാറുകളും ഒരുപാട് തൗബകളൊക്കെ ചെയ്യേണ്ട സമയമാണ്. അല്ലാഹു തആല അതൊക്കെ സ്വീകരിക്കുകയും പാപങ്ങൾ പുറത്ത് അവൻ്റെ അടിയാറുകളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന മാസമാണ്. അങ്ങനെ ഇസ്തിഗ്ഫാറുകളിൽ വെച്ച് ഒരുപാട് ഇസ്തിഗ്ഫാറുകളുണ്ട്. ഏറ്റവും ചുരുങ്ങിയ ഇസ്തിഗ്ഫാറാണല്ലോ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയുന്നത്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ രാത്രികളിലും 70 അല്ലെങ്കിൽ 100 പ്രാവശ്യമോ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റുകളൊന്നും ചെയ്തിട്ടല്ല, നബി തങ്ങളുടെ ദറജകൾ വർദ്ധിക്കാൻ തന്നെ അത് കാരണമാണ്. അതുമാത്രമല്ല, അവിടുത്തെ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയും കൂടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 പ്രാവശ്യം ചെയ്തെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം ചെയ്യണം? ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. അല്ലാഹു തആല നമുക്ക് ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ തുടങ്ങി ഇസ്തിഗ്ഫാറിൻ്റെ ഇനങ്ങൾ ഒരുപാടുണ്ട്. അതിൽപ്പെട്ടൊരു ഇസ്തിഗ്ഫാറാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഈ ഇസ്തിഗ്ഫാർ ദിനം രാത്രി കിടക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവന് കടലിൻ്റെ നുരകളോട് അവൻ്റെ പാപങ്ങൾ തുല്യമാണെങ്കിൽ പോലും ആ പാപങ്ങൾ പൊറുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്തിഗ്ഫാറിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഒരു നേതാവായ ഒരു ഇസ്തിഗ്ഫാറാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അങ്ങനെയാണല്ലോ, എല്ലാ കാര്യത്തിനും ഒരു നേതാവുണ്ടാവും. മാസങ്ങളിൽ ഒരു നേതാവുണ്ട്, ദിവസങ്ങളിൽ ഒരു നേതാവുണ്ട്, അങ്ങനെ വർഷങ്ങളിലും എല്ലാത്തിലും ഓരോ നേതാക്കന്മാരുണ്ടാകും. അങ്ങനെ ഒരു നേതാവാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഇസ്തിഗ്ഫാറിൻ്റെ നേതാവ്. ഈ ഇസ്തിഗ്ഫാർ നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരും എന്ന് മാത്രമല്ല, ഒരാൾ നല്ല ഉറച്ച മനസ്സോടെ ഇസ്തിഗ്ഫാറിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നല്ല മനസ്സോടെ ഇഖ്ലാസോടെ കൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ അദ്ദേഹം രാവിലെയാണ് ചൊല്ലുന്നതെങ്കിൽ വൈകുന്നേരം മുമ്പ് രാത്രിക്ക് മുമ്പ് അയാൾ മരണപ്പെടുകയാണ്, അദ്ദേഹം സ്വർഗത്തിലാണ്. ഇനി അദ്ദേഹം രാത്രിയാണ് ചൊല്ലുന്നതെങ്കിൽ രാവിലെ ആകുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയാൽ അദ്ദേഹം സ്വർഗത്തിലാണെന്ന് മഹാന്മാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വലിയ മഹത്വമുള്ള ഇസ്തിഗ്ഫാറാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതുകൊണ്ടാണല്ലോ സയ്യിദ് എന്ന് വിളിക്കാനുള്ള കാരണം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് കുറേ പ്രാവശ്യം പാരായണം ചെയ്യണം, അതിൻ്റെ ആശയം അർത്ഥം മനസ്സിലാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, നീ എൻ്റെ റബ്ബാണ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധ്യനില്ല. ഖലഖ്തനി, നീ എന്നെ സൃഷ്ടിച്ചവനാണ്. വ അന അബ്ദുക, ഞാൻ നിൻ്റെ അടിമയാണ്. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅത്, ഞാൻ നിൻ്റെ മേൽ നടത്തിയിരിക്കുന്ന കരാറിൻ്റെ മേൽ എനിക്ക് കഴിയുന്ന രൂപത്തിൽ ഞാൻ അത് പാലിക്കാറുണ്ട്. റഹ്മാനെ, അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തു പോയ കുറ്റങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. റബ്ബേ, അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എൻ്റെ മേൽ ചെയ്ത അനുഗ്രഹങ്ങളെ ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. റഹ്മാനെ, വ അബൂഉ ബിദംബി, ഞാൻ ചെയ്തു പോയ തെറ്റുകളെയും ഞാൻ സമ്മതിക്കുന്നു. അല്ലാഹ് ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണേ. റഹ്മാനെ, ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ലല്ലോ അല്ലാഹ്, അതുകൊണ്ട് നീ എൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു തരണേ റഹ്മാനെ എന്നാണ്. ഇൻഷാ അല്ലാഹ് അതൊരു 10 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക
أعبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا أعبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا أعبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت وأنا أعبدك وأنا على عهدك ووعدك ما استطعت اللهم أنت ربي لا إله إلا أنت خلقتني وأنا أعبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا أعبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا أعبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا أعبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا أعبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا أعبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت ربنا تقبل منا إنك أنت السميع العليم പടച്ചവനെ ഞങ്ങൾ ചെയ്ത സയ്യിദുൽ ഇസ്തിഗ്ഫാർ നിന്റെ ഇസ്തിഗ്ഫാറിൻ്റെ കൂട്ടത്തിൽ വലിയ നേതാവാണല്ലോ റഹ്മാനെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അത് 10 പ്രാവശ്യം ഞങ്ങൾ പാരായണം ചെയ്തു റബ്ബേ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ റബ്ബേ വന്ന തെറ്റുകുറ്റങ്ങൾ പൊറുക്കണേ റഹ്മാനെ അതിൻ്റെ മിസ്ലു സവാബിനെ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദറത്തിലേക്ക് എത്തിക്കണേ റബ്ബേ എല്ലാ ഖൈറിൻ്റെ അഹ്ലുകാരെയും ഹദറാത്തിലേക്ക് എത്തിക്കണേ റബ്ബേ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ മുഅ്മിനാത്തുകളിലേക്ക് എത്തിക്കണേ അല്ലാ അവരെ ഖബർ നീ സ്വർഗമാക്കണേ റബ്ബേ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവ പാപികളാണ് റബ്ബേ പടച്ചവനെ അല്ലാഹുവേ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ കൂട്ടത്തിൽ നേതാവാണ് ഞങ്ങളുടെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്ത് നരകമോചനം നൽകണേ അല്ലാ നരകം ഞങ്ങളുടെ മേൽ ഹറാമാക്കണേ അല്ലാ നരകത്തെ തൊടാതെ സ്വർഗത്തിൽ ഞങ്ങളെ കടത്തണേ അല്ലാ ജന്നാത്തുൽ ഫിർദൗസ് നിൻ്റെ ഓശാരമായി നൽകണേ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർ സഹോദരങ്ങൾ പടച്ചവനെ ഭാര്യ സന്താനങ്ങൾ ബന്ധുമിത്രാദികൾ ലോക മുസ്ലിമീങ്ങൾ എല്ലാവരുടെയും പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനേ അവരുടെയും ഞങ്ങളുടെയും ഭാവി ജീവിതം പാപരഹിതമാക്കണേ റബ്ബേ ഞങ്ങൾ ഈ പരിശുദ്ധമായ റമളാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ കിട്ടുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ ഇനിയും ഒരുപാട് കാലം ഒരുപാട് വർഷങ്ങൾ റമളാനെ വേണ്ടതുപോലെ സ്വീകരിക്കാനും ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ റബ്ബേ നോമ്പ് സ്വീകരിക്കണേ റബ്ബേ സ്വതക്കകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും എല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ അല്ലാഹു ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം കൊടുക്കണേ റബ്ബേ ഫലസ്തീൻ ജനതയെ നീ സഹായിക്കണേ റബ്ബേ ഖുദ്സിനെ നീ സംരക്ഷിക്കണേ റഹ്മാനെ ആ പാവങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ ഞങ്ങളെ നീ സഹായിക്കണേ റബ്ബേ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സഹായിക്കണേ റബ്ബേ ലോക മുസ്ലിമീങ്ങളെ സഹായിക്കണേ റബ്ബേ ഈ കേരളത്തിലെ ജനങ്ങളെ നീ കാക്കണേ റഹ്മാനെ അല്ലാഹുവേ നീ ഞങ്ങളെല്ലാം സഹായിക്കണേ റഹ്മാനെ
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون അസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്ത 10 സയ്യിദുൽ ഇസ്തിഗ്ഫാർ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഇനിയും ഇൻഷാ അല്ലാഹ് ഒരുപാട് തവണ അത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ദിനം പ്രതി പതിവാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല എല്ലാവിധ ഖൈറായ കാര്യങ്ങൾക്കും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.